ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ് പുനെയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അമേരിക്കയിലെ ഒറിജിനൽ ഐഫോണിൻ്റെ വിലയും കാര്യങ്ങളും എന്താണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇവിടെ ടാബിളുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ പ്രൈസസിനും കാര്യങ്ങളും ഒക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മുടെ ഇവിടുത്തെ അമേരിക്കയിലെ സ്റ്റേറ്റ് അനുസരിച്ച് ഇതിൻ്റെ എല്ലാം റേറ്റിന് വ്യത്യാസവും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ഇച്ചിരി ടാക്സ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. ഈ ടാക്സ് കുറവുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ റേറ്റിന് വ്യത്യാസം വരാൻ കേട്ടോ. അവിടെ ഇതിൻ്റെ റേറ്റ് കുറവായിരിക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് ചിക്കാഗോയാണ്. ഇപ്പോൾ ചിക്കാഗോയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഐഫോൺ എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗൾഫിലെ വിലയും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടുത്തെ വില എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒക്കെ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് ഈ ആപ്പിൾ വാറണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഫോണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് ആപ്പിൾ കെയർ എക്സ്ട്രാ നമുക്ക് ആ പേ കിട്ടും. ഇത് ആപ്പിളിൻ്റെ വാച്ചാണ്. പല ടൈപ്പുള്ള ആപ്പിൾ വാച്ച് അൾട്രാ 2 ഒക്കെയാണ്. ടൈറ്റാനിയം കേസ്, ബ്ലൂ ബാൻഡ്, 49mm. അതിൻ്റെ റേറ്റാണ് $779. ഇപ്പോൾ ഇതാണ് ഇത് ആപ്പിൾ വാച്ച് സീരീസ് 9 മിഡ് നൈറ്റ്. അതിൻ്റെ റേറ്റാണ് $359, $45. ഇപ്പോൾ താഴെയുള്ളത് 69 എക്സ്ട്രാ നമ്മൾ ആപ്പിൾ കെയറിൻ്റെ റേറ്റാണ്. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ കെയറും കൂടെ നമുക്ക് എടുക്കാം. പിന്നെ ഈ പ്രൈസിൽ നിന്ന് ഇത് ടാക്സ് വിത്തൗട്ട് ടാക്സ് ആണ് കേട്ടോ. ചിലപ്പോൾ ഒരു കുറച്ച് റേറ്റ് ഇതിൻ്റെ കൂടെ ടാക്സും കൂടെ നമുക്ക് ആകും. ചിലപ്പം $10-20, ചിലപ്പോൾ $30 എക്സ്ട്രാ നമുക്ക് ടാക്സ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്കിവിടെ കിട്ടുന്ന ഐഫോൺ എന്ന് പറയുന്നത് മെയ്ഡ് ബൈ USA. സത്യം പറഞ്ഞാൽ അത് ചോദിച്ചത് ക്ലിയർ ചെയ്യാൻ ഞാൻ അങ്ങ് വിട്ടുപോയി. പക്ഷേ അത് ഇവിടെ കിട്ടും, മെയ്ഡ് ഇൻ USA കിട്ടും. പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ അതിൻ്റെ ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് തിരക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കുന്നതാണ്. അത് വലിയ താമസമൊന്നുമില്ല, ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇത് ഒറിജിനൽ ആപ്പിളിൻ്റെ എയർപോഡാണ്. എയർപോഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ മോഡൽ നമ്പരൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ എയർപോഡാണ്, 3rd ജനറേഷനാണ്, $159. ഇത് ആപ്പിൾ ഇത് എയർ ടാഗാണ് കേട്ടോ. ഇത് എയർ ടാഗാണ്. അത് 4 പീസാണ് വരുന്നത്. അതിന് $88. ഇതാണ് ഈ കാണുന്നതാണ് ആപ്പിളിൻ്റെ എയർ ടാഗ്. പക്കാ സാധനം, പ്യുവർ സാധനം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, വരുമ്പോൾ സമയത്ത് നമുക്കത് കൊണ്ടുതരാം. അടുത്ത എല്ലാം വരുന്നത് ആപ്പിളിൻ്റെ മാക്ബുക്കാണ് കണ്ടോ. 1949. അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മാക്ബുക്ക് പ്രോ 14 ആണ്. അടുത്തത് വരുന്നത് മാക്ബുക്ക് പ്രോ 16 ആണ്, $2749. അതാണ് അതിൻ്റെ. അത് 36 GB ആണ്. 36 GB ഓർ 512 GB SSD. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് തരുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഓടിച്ച് ഇതെല്ലാം ഒന്ന് നിങ്ങൾ ഇട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ആപ്പിൾ, അതായത് USA ആപ്പിൾ ഫോണിനൊക്കെ എന്താ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇത് ആപ്പിളിൻ്റെ ഒരു ഡെസ്ക്ടോപ്പാണ്. ഇത് കണ്ടില്ലേ, എന്താ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇതിനെയൊക്കെ മേടിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമ്മുടെ സിസ്റ്റം, മറ്റേ വീട്ടിലിരിക്കുന്ന സിസ്റ്റമൊക്കെ മാറ്റിയിട്ട് ഇതിനെ അങ്ങോട്ട് അവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നായിരിക്കും ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം മാക്ബുക്ക് എയർ. അതിൻ്റെ 13 ഇഞ്ച് $1,049. നിങ്ങൾക്കറിയാലോ, $1 എന്ന് പറയുന്നത് നാട്ടിലെ 83 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെന്താവും എന്നുള്ളത് കേട്ടോ. $1 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 83 രൂപയാണ്. ചില സമയത്ത് 82, 83 അതങ്ങനെ മറിഞ്ഞൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് എളുപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുമാണ്. അടുത്തതാണ് മാക്ബുക്ക് പ്രോ 14 ഇഞ്ച്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. $1549. ഇതിൻ്റെ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. പക്ഷേ അവരെല്ലാം ഒന്നും ഇവർ ഡിസ്പ്ലേ വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ ഐറ്റവും ഒന്നും ഇത് ഡിസ്പ്ലേ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിൻഡോസിൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ അതിന് വരുന്ന റേറ്റ് കാര്യങ്ങൾ, വിൻഡോസ് ഉണ്ട്, HP ഉണ്ട്, എല്ലാത്തിൻ്റെയും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. പക്ഷേ അപ്പോൾ അതിന് ഇവിടെ വരുന്ന റേറ്റ്, അതായത് US റേറ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി, ഞാൻ എപ്പോഴും അത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാം A to Z ഡീറ്റെയിൽസ് ഈ പ്രൈസ് ടാഗിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഉണ്ട്. HP ഉണ്ട്, ലിനോവ ഉണ്ട്, എല്ലാ കമ്പനിയുടെയും ലാപ്ടോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ പ്രൈസ് ടാഗിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് ഇത് ഏത് ബ്രാൻഡാണെന്നുള്ളത് കണ്ടോ.
ഏത് ബ്രാൻഡാണെന്നുള്ളത് ആ പ്രൈസ് ടാഗിൻ്റെ മേളിൽ അവരത് എഴുതിയിട്ടുണ്ട്. ഇത് ഏത് ബ്രാൻഡ് ലാപ്ടോപ്പാണെന്നുള്ളത്. ഈ ഇരിക്കുന്ന എല്ലാം ലിനോവോ, HP, വിൻഡോസ് അങ്ങനെയുള്ള ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. $379. അതായത് എക്സറിൻ്റെയാണ് $379 ലാപ്ടോപ്പിൻ്റെയൊക്കെ റേറ്റ് അതിന് വരുന്നത്. ഇത് ലിനോവയുടെയാണ് സ്ലിം ടൈപ്പ് ഒരു ലാപ്ടോപ്പ് വരുന്നത്. അതിന് $599 വരുന്നത്. $1599 വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1599 × 83 ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. സർഫേസ് പ്രോ 9. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അടുത്ത് അത് ഏകദേശം ഒരു 1799 വരുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് 899 LGയുടെ ലാപ്പാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഒരുമാതിരി എല്ലാ കമ്പനികളുടെയും HP ഞാൻ പറഞ്ഞു എല്ലാ ടൈപ്പ് അതിൻ്റെ ഓരോരോ എല്ലാ ഒത്തിരി മോഡലൊന്നുമില്ല കേട്ടോ. അവർ ജസ്റ്റ് കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ഒന്ന് വെച്ചേപ്പുണ്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ അത് ജസ്റ്റ് ഒന്ന് അവരുടെ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്ന് അതിൻ്റെ ബില്ലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അതുകൊണ്ട് നമ്മൾ അടുത്ത് വേറൊരു ഏരിയയിലുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലാപ്ടോപ്പ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് അവിടെ നിന്ന് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡിസ്പ്ലേയിൽ അവർ വെച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഐറ്റവും ഒന്നും ഡിസ്പ്ലേ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഇരിക്കുന്നുണ്ടോ സാംസങ് ഗാലക്സിയുടെ ഫോണാണ്. A15SG $228 ഇവിടെ ഉള്ളത്. ഇത് സാംസങ് ഗാലക്സി Z ഫ്ലിപ്പ് ടൈപ്പ് 256GB $999 ഇവിടെ ഉള്ളത്. അടുത്ത പറഞ്ഞാൽ സാംസങ് ഗാലക്സി S24 128GB $799. അടുത്തത് സാംസങ് ഗാലക്സി S24 പ്ലസ് 256GB $999 ആണ് ഇവിടെ അതിന് റേറ്റ് വരുന്നത്. $999 എന്ന് പറഞ്ഞാലും ഏകദേശം $1000 ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം അതിനകത്ത് വരുന്നുള്ളൂ. അടുത്തെന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S24 Ultra അല്ലേ, S24 Ultra അതിവിടെ വരുന്നത് $1299 256GB. എന്താ അല്ലേ. അപ്പം ആ ഐറ്റം ഉണ്ട്. അടുത്ത സാംസങ് ഗാലക്സി Z ഫോൾഡ് 5 256GB $1799. അതായത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫോണാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് നൂത്ത് കാണിക്കാം. നോക്കിയേ, എന്താ ഒരു സ്റ്റൈൽ അല്ലേ, നോക്കിയേ, അടിപൊളി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ള് വ്യൂ വരുന്നത്. ഇതാണ് അതിൻ്റെ ഫോൾഡ് ടൈപ്പ് സാംസങ്ങിൻ്റെ ഗാലക്സി Z ഫോൾഡ്. അതിൻ്റെ റേറ്റ് വരുന്നത് $1799 റേറ്റ്. കണ്ടില്ലേ, ജസ്റ്റ് നമുക്കൊന്ന് മടക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കാം. അത് ഓൺ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ് നോക്കാം. നമുക്ക് ആ ഫ്ലിപ്പും കൂടെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇത് ഇപ്പോൾ ഏകദേശം ഓൺ ആയിട്ടുണ്ട്. ഇതാണ് ഫ്ലിപ്പ് ടൈപ്പ് വരുന്നത്. നോക്കി നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് നമ്മുടെ പോക്കറ്റ് ഈ സാധനം ഒതുങ്ങി കിടന്നു കേട്ടോ, വലിയ പാടൊന്നുമില്ല. അതിന് $999 അതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കിങ്ങനെ മടക്കി വെക്കാം. അത് ജസ്റ്റ് നോക്കുകയും ചെയ്യാം അല്ലേ, കൊള്ളാമല്ലേ. അപ്പോൾ നമുക്ക് ആ മറ്റേ ഇതൊന്നും കൂടെ നോക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു കാര്യം കണ്ടേ, നമ്മുടെ നടുക്ക് ആ ഫോൾഡ് ആകുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് കാരണം എനിക്കത് ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ചെറിയൊരു കർവ് പോലെ ഉണ്ട് അവിടെ കേട്ടോ. കറക്റ്റ് ആ താഴെ മുതൽ മേളി വരെ അതുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു തടം, നമ്മുടെ ഹമ്പ് കയറി ഇറങ്ങിയ പോലൊരു ഫീലിംഗ് നമ്മൾ ഈ കൈ ഇട്ട് ഓടിക്കുന്ന സമയത്ത് ആ നേരെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നുള്ളൂ. എന്തായാലും സംഭവം കൊള്ളാം. 1799. ഇന്ത്യൻ റേറ്റ് എത്ര എന്നുള്ളത് എനിക്കറിയത്തില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതടുത്തത് ഗാലക്സിയുടെ സ്മാർട്ട് വാച്ചസ് ആണ് സാംസങ്ങിൻ്റെ. ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നതാണ്. സാംസങ് ഗാലക്സി വാച്ചിൻ്റെ $209 ഇവിടെ അതിന് വരുന്ന റേറ്റ്. ഇത് അതുപോലെ തന്നെ ഗാലക്സിയുടെ സാംസങ്ങിൻ്റെ ടാബാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തപ്പോണ്ട്. അതിൻ്റെ പ്രൈസ് റേഞ്ച് അവർ മേളിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. രണ്ട് മോഡൽ 169 സാംസങ് ഗാലക്സി 169 499 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അതിൻ്റെ ടാബിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്തത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഐഫോണിലേക്ക് നമുക്ക് പോവാം. ഇത് കണ്ടോ, 15 Pro Max 128GB റേറ്റ് 1199.
അടുത്തത് 15+ 128 GB 929. അടുത്തത് ആപ്പിൾ 15 128 GB $829. അടുത്തത് ഐഫോൺ 15 Pro 128 GB 999. അടുത്തതെന്ന് പറയുന്നത് ആപ്പിൾ ഐഫോൺ SE 3rd generation $429. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.